പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരനാരായണനും അമ്മയും വിക്രമിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഗേറ്റിനടുത്തെത്തിയതും ശങ്കരനാരായണൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? വെറുതെ ആയിപ്പോവും. നമ്മൾ വേദിയോട് ഇക്കാര്യം സംസാരിച്ചതല്ലേ? നമ്മുടെ മകൾ പോലും ഇതിനെ എതിർത്തു. പിന്നെയാണോ ഈ വീട്ടുകാർ ഇത് സമ്മതിക്കാൻ പോകുന്നത്? ഇത് കേട്ടതും അമ്മ പറയുന്നുണ്ട്, ശങ്കര നീ എന്നോടൊപ്പം വാ, ഞാൻ അവരോട് സംസാരിച്ചോളാം. അങ്ങനെ ശങ്കരനാരായണനും അമ്മയും കൂടി ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുവാണ്. പെട്ടെന്ന് ഇവരെ കണ്ടതും കമലാമ്മയുടെ മുഖഭാവം മാറുന്നുണ്ട്. അങ്ങനെ ശ്രീജ പെട്ടെന്ന് ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കുവാണ്. അങ്ങനെ മുത്തശ്ശി കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, വിക്രമിനെ വീണ്ടും ഒരു വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ആലോചന നടക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ടതും നമ്മുടെ കമലാമ്മയ്ക്ക് ദേഷ്യം വന്നങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. എൻ്റെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ എന്ത് സംസാരിക്കാനാണ്? ഇരുന്നിരുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ മകൻ വിവാഹത്തിനൊന്ന് സമ്മതിച്ചതാണ്. ഇനി അവൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ഈ വിവാഹം മുടക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നത്? ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നമ്മുടെ മക്കൾ രണ്ടുപേരും എന്തൊക്കെയോ തെറ്റിദ്ധാരണ മൂലം പിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വലിയവർ സംസാരിച്ച് വേണ്ടേ അവരെ ഒന്നിപ്പിക്കാൻ? കമലാമ്മ ദേഷ്യം കൊണ്ട് ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? മക്കൾ പിരിഞ്ഞു താമസിക്കുന്നു എന്നാണ്. ഇതിനാണോ പിരിഞ്ഞു താമസിക്കുക എന്ന് പറയുന്നത്? നിങ്ങളുടെ മകൾ വേറൊരു ജീവിതത്തിലേക്ക് പോയില്ലേ? അവൾ സുഖമായി ജീവിക്കുന്നു. എൻ്റെ മകൻ ദുഃഖത്തോടെ ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? കമലാമ്മയുടെ ദേഷ്യം കണ്ടിട്ട് മുത്തശ്ശിക്ക് വല്ലാതാവുന്നുണ്ട്. എന്നാലും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അത് കമലം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഇരുന്നൊന്ന് സംസാരിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാം. നമ്മുടെ മക്കളുടെ ഭാവിയല്ലേ വലുത്. ഇതിൽ സംസാരിക്കാൻ ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഞങ്ങളും നിങ്ങൾ തമ്മിലും ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം. ഇത് കേട്ടതും ശങ്കരനാരായണനും മുത്തശ്ശി അമ്മയും കൂടെ പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് ശ്രീജ പറയുന്നുണ്ട്, അമ്മേ ഇവരെന്താണ് പറയാൻ പോകുന്നതെന്ന് ഒന്ന് കേൾക്കാമല്ലോ. ഇവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ മകൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി ഇവരെ പറഞ്ഞയച്ചിരിക്കുകയാണ്. എനിക്കറിയാം. എന്തായാലും ഇവർ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കണം. ഈ വിവാഹം വേണ്ട എന്ന് പറയുമ്പോഴേക്കും കമലാമ്മയ്ക്ക് ദേഷ്യം വന്നു. കമലാമ്മ പറയുന്നുണ്ട്, ദേ കണ്ടോ, അവർ പറയുന്നത് കണ്ടില്ലേ, എൻ്റെ മകൻ്റെ വിവാഹം നടക്കരുതെന്ന്. അവരുടെ മകൾ മാത്രം കുടുംബത്തോടെ സുഖമായിട്ട് ജീവിക്കണം. എൻ്റെ മകൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. ഇതാണ് ഇവരുടെ ആഗ്രഹം. പെട്ടെന്ന് ശങ്കരനാരായണൻ കമലാമ്മയോട് പറയുന്നുണ്ട്, പ്ലീസ് സുഡറിനെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് കേൾക്കാമോ? നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, വേണ്ട, ആരെക്കുറിച്ചും എന്നോട് സംസാരിക്കേണ്ട. അത് കേൾക്കാനുള്ള താല്പര്യം എനിക്കില്ല. നിങ്ങളെ കണ്ടതും എൻ്റെ മനസ്സമാധാനം പോയി. നല്ലൊരു കാര്യം നടക്കുന്ന വീടാണ്. അങ്ങോട്ടേക്ക് അപശകുനമായി നിങ്ങൾ രണ്ടുപേരും കയറി വന്നത്. അങ്ങനെ പറയരുത്. നമ്മുടെ ഇരുവീട്ടുകാരെയും സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ടതും കമലാമ്മ പറയുന്നുണ്ട്, നമ്മൾ ഇരുവീട്ടുകാരോ? ഇല്ല, നിങ്ങൾ വേറെ വീട്, ഞങ്ങൾ വേറെ വീട്. എൻ്റെ പയ്യൻ വേറെ, നിങ്ങളുടെ മകൾ വേറെ. രണ്ടും രണ്ടാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു പോവരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ വായിൽ നിന്നും വല്ലതൊക്കെ വരും. അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ നിങ്ങളെ അപമാനിച്ചു വിട്ടു എന്ന്. പെട്ടെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ ഇതിലും മോശമായി ഇനി എന്ത് സംസാരിക്കാനാണ്? പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ഞങ്ങൾ പോവുകയാണ്. എന്നാൽ അമ്മ പറയുന്നുണ്ട്, മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് ശങ്കര, നീ എന്തായി പറയുന്നത്? നമ്മൾ നമ്മളെ മകളെക്കുറിച്ച് കുഞ്ഞിനെക്കുറിച്ച് പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പറയണ്ടേന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്താ അമ്മേ, അവർ കളിക്കാനുള്ള സൗകര്യം അവർക്കില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നീട് അവരോട് എന്ത് പറയാനാ? അവർ നമ്മൾ പറയുന്ന കാര്യം ഒന്നും കേൾക്കില്ല. വാ അമ്മേ, നമുക്ക് പോവാം. രാത്രിയായതും രാജേട്ടൻ ഒരു ബോക്സുമായി വരുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, നീ പറഞ്ഞ 10 ബാനറും റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ബാനറോ? എന്ത് ബാനറിൻ്റെ കാര്യമാണ് രാജേട്ടായി നിങ്ങളീ പറയുന്നത്? അത് ബാനർ വിവാഹ മണ്ഡപത്തിലും
പുറത്തുമൊക്കെ വെക്കാനായി കൺമണി ഒരു 10 ബാനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം. ഞാൻ അത് അടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, എന്തിനാണ് 10 ബാനറിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വിവാഹ മണ്ഡപത്തിൽ വെക്കാൻ വേണ്ടി ഒരു ബാനറിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൺമണി, നീ ആരോട് ചോദിച്ചിട്ടാ ഇതെല്ലാം ഓർഡർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, നിങ്ങൾ മുൻപ് എന്നെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വിവാഹ പെണ്ണ് ഹെലികോപ്റ്ററിൽ വരെ വരും എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനൊരു ബാനർ വെക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് വിക്രമിനോട് ചോദിക്കുകയാണ് കൺമണി. ഇതേ സമയം വിക്രം പറയുന്നുണ്ട്, അത് നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് കൺമണി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലാതെ എൻ്റെ വിവാഹത്തിനെ കുറിച്ചല്ല. ഞാൻ വിവാഹം തന്നെ ഞാൻ വളരെ ചുരുക്കിയാണ് കഴിക്കുന്നത്. പിന്നെ ഈ നാട് മൊത്തം ബാനർ ഒട്ടിച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല, കേട്ടല്ലോ. അതുകൊണ്ട് മണ്ഡപത്തിൽ വെക്കേണ്ട ഒരു ബാനർ മാത്രം നീ ഇവിടെ വെച്ചാൽ മതി, ബാക്കിയെല്ലാം ഉപേക്ഷിച്ചേക്കെന്ന് പറയുവാണ്. പെട്ടെന്നാണ് കൺമണിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. വിക്രം അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ നിഷേധിക്കില്ല എന്ന് കൺമണിക്കറിയാം. ഉടനെ കൺമണി വളരെ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് വിക്രമിനോട്, അത് അമ്മ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം അടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടോ? ആ അതെ അമ്മ വിക്രമിൻ്റെ അമ്മ തന്നെ. അത് ശരി, നീ ഇത് ആദ്യം പറയണ്ടേ? അമ്മ പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഓഹോ അങ്ങനെയാണോ? അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല അല്ലേ എന്ന് കൺമണി ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞാൽ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇത് കേട്ടതും കൺമണിയുടെ മനസ്സിൽ കൺമണി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആഹോ ഓഹോ ഇപ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷേ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് ഞാൻ അനുസരിപ്പിച്ചിരിക്കുമെന്ന് കൺമണി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ കുറച്ച് പയ്യന്മാരെ വിട്ട് വിക്രം ആ ബാനറുകളെല്ലാം ഓരോ സ്ഥലങ്ങളിലായി ഒട്ടിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ആ പയ്യന്മാരെല്ലാം കുറച്ച് കഴിഞ്ഞതും തിരിച്ചു വരുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, എല്ലാ ബാനറുകളും കറക്റ്റ് സ്ഥലത്ത് തന്നെ ഫിറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞു വിക്രമേട്ടാ, ഞങ്ങളിനി പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് വേണ്ട ക്യാഷ് എല്ലാം കൊടുക്കുന്നുണ്ട് വിക്രം. അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. തക്ക സമയത്ത് അവർ പോയി കഴിഞ്ഞതും നമ്മുടെ കൺമണി വേദയ്ക്ക് വിളിക്കുകയാണ്. സൗണ്ട് കൺമണിയുടെ സൗണ്ട് വേദയ്ക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി തന്നെ വേറെ ഒരു ആപ്പിലൂടെയാണ് കൺമണി സംസാരിക്കുന്നത്. കൺമണിയുടെ സൗണ്ടല്ല, ഒരു പുരുഷൻ്റെ സൗണ്ടാണ് അതിലൂടെ കേൾക്കുന്നത്. ഹലോ എന്ന് പറയുകയാണ് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മുൻപ് വിളിച്ച ആളാണെന്ന്. വേദ അത് ചോദിക്കുന്നുണ്ട്, അന്ന് എൻ്റെ മകളെ കാണാതായപ്പോൾ അത് വിളിച്ചു പറഞ്ഞതും നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, ഓഹോ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? അതേ മനസ്സിലാക്കി, നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ കൺമണി പറയുന്നുണ്ട്, ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും ഒന്നും എവിടെ ഒട്ടിക്കാൻ പാടില്ല എന്നല്ലേ മാഡം നിയമം? അതെ അങ്ങനെ തന്നെയാണ് നിയമം. അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് വേദ ചോദിക്കുകയാണ്. ഉടനെ കൺമണി പറയുന്നുണ്ട്, എന്നാൽ ആ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് കളക്ടറേറ്റിന് മുന്നിൽ അടക്കം എല്ലായിടത്തും കുറേ പോസ്റ്ററുകൾ അടിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് മാഡം. മാഡത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഇപ്പോൾ കാറ്റെല്ലാം വീശുന്ന ടൈമല്ല മാഡം. അതെല്ലാം വീണ് വല്ല അപകടവും പറ്റിയാൽ ആര് സമാധാനം പറയും എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതൊന്നും വേദ അറിഞ്ഞിട്ടില്ല. വേദ പെട്ടെന്ന് പറയുന്നുണ്ട്, എൻ്റെ സമ്മതം കൂടാതെ അങ്ങനെ ആരും ചെയ്യത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്നും അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഞാനിതെല്ലാം അറിഞ്ഞത് കൊണ്ടാണല്ലോ മാഡം നിങ്ങൾക്ക് വിളിച്ച് പറയുന്നത്. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയാണ് കൺമണി. ഇത് പെട്ടെന്ന് തന്നെ കപിലിന് കോൾ ചെയ്യാണ്. വേദയുടെ കോള് കണ്ടതും കപിലിന് ഫോൺ എടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത്? എന്താ മോൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ലോ ആൻഡ് ഓർഡർ പ്രകാരം വിളിച്ചതാണ് കപിലൻ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്? ബാനറുകൾ വയ്ക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ കപിലൻ പറയുന്നുണ്ട്, ഇല്ല എന്നെ ആരും വിളിച്ചിട്ടില്ല വേദേ. എന്താ ചോദിക്കാൻ കാരണം? എനിക്കൊരു വിവരം കിട്ടി. ടൗണിൽ എല്ലായിടങ്ങളിലും ബാനറുകൾ വെച്ചിരിക്കുന്നു. എൻ്റെ അടുത്തും ആരും പെർമിഷൻ കേട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്, ആരാണ് ചെയ്തത് എന്ന് അറിയത്തില്ല. എന്തായാലും നീ ചെന്ന് ഒന്ന് അന്വേഷിക്കണം. എന്തായാലും അത് അവിടെ നിന്നും എടുത്തു മാറ്റാൻ അവരോട് പറയണം. അവർ പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം വലിച്ചു കീറി കുപ്പയിലിട്ടോണം നീ തന്നെ എന്ന് പറയുകയാണ് വേദ. അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് കപിലനും പറയുന്നുണ്ട്. അങ്ങനെ കൺമണി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുവാണ്.
കൺമണി തന്നെ ഫ്ലെക്സ് ബാനറുകൾ എല്ലായിടത്തും വെക്കുന്നു. എന്നിട്ട് കൺമണി തന്നെ വേദയ്ക്ക് വിളിച്ച് പറയുന്നു. അതുപ്രകാരം നമ്മുടെ കപിലൻ പോലീസുകാരെ കൊണ്ട് എല്ലാ ബാനറുകളും വലിച്ചു കീറി കുപ്പയിലിടുവാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് രാജേട്ടനും അനിയൻകുട്ടനും ഒക്കെ ആകെ വിഷമമാവുന്നുണ്ട്. അവർ പോലീസുകാരുടെ കാല് പിടിച്ച് പറയുന്നത് പോലെ പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ, അവരുടെ വിവാഹത്തിന് വേണ്ടി വെച്ചതാണ് സാർ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, അത് നശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വലിയ വലിയ ബാനറുകളാണ്. നമ്മുടെ കൺമണിയും വിക്രമും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അതിലുള്ളത്. അവരുടെ വിവാഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ബാനറുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം കീറി വലിച്ചെറിയുവാണ്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് കൺമണിയും വിക്രമും വരുന്നുണ്ട്. എന്ത് പറ്റി രാജേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ ബാനറുകൾ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോലീസുകാരെ എല്ലാം അഴിച്ചുകൊണ്ടിരിക്കുന്നു വിക്രം എന്ന് പറയുവാണ്. ഉടനെ വിക്രം പറയുന്നുണ്ട്, രാജേട്ടാ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരുടെ അടുത്ത് സംസാരിക്കുകയാണ് വിക്രം. എന്താ സാർ ഇതൊക്കെ ശരിയാണോ? എത്ര കഷ്ടപ്പെട്ടാണ് ഇവർ ഈ ബാനറുകളെല്ലാം സ്ഥാപിച്ചത്, എന്നിട്ട് അതെല്ലാം നിങ്ങൾ അഴിച്ചു മാറ്റുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, പെർമിഷൻ ഇല്ലാതെ ബാനറുകൾ വെച്ചത് തെറ്റാണ്, അതുകൊണ്ട് നിയമപ്രകാരം തന്നെ ഞങ്ങൾ അത് എടുത്തു മാറ്റുന്നു. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, സർ കുറച്ച് ദിവസത്തേക്ക് മതി സർ, വിവാഹം കഴിഞ്ഞത് ഞങ്ങൾ തന്നെ ഇതെല്ലാം എടുത്തു മാറ്റും. നിങ്ങൾക്കിപ്പോൾ പെർമിഷനല്ലേ വേണ്ടത്, എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനെ വിട്ട് അതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഇല്ല, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മേല് ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അനുമതിയില്ലാതെ വെച്ച ബാനറുകളെല്ലാം എടുത്തു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ബാനർ മാത്രമല്ല, ഇവിടെ പെർമിഷൻ ഇല്ലാതെ വെച്ച ബാനറുകളെല്ലാം എടുത്തു മാറ്റാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കയറി കൺമണി സംസാരിക്കുകയാണ്, അല്ല സർ, ഇത്രയും നാളും പെർമിഷൻ ഇല്ലാതെ ഒരുപാട് ബാനറുകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഞങ്ങൾ വെച്ച സമയത്ത് മാത്രം കറക്റ്റ് ടൈമിൽ വന്ന് നിങ്ങൾ ഇതെല്ലാം എടുത്തു മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, അത് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം മാഡം, ഞങ്ങൾക്ക് മുകളിൽ നിന്നും ഉത്തരവ് വന്നു, ഞങ്ങൾ അത് പ്രകാരമാണ് ഇതെല്ലാം എടുത്തു മാറ്റുന്നത്, നിങ്ങൾ അവരോട് ചോദിക്കണം. കൺമണി പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ. കൺമണി വിക്രമിനോട് പറയുന്നുണ്ട്. വിക്രം മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് പറയുന്നുണ്ട്. അത് ആരാണ് ഈ മുകളിലിരിക്കുന്ന ആളെന്ന് ചോദിക്കുക വിക്രം എന്ന് പറയുമ്പോൾ, അത് ശരിയാണല്ലോ, നിങ്ങൾ കുറേ നേരമാണല്ലോ മുകളിൽ നിന്നുള്ള ആൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? ഉടനെ തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, കളക്ടർ മാഡം പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കളക്ടർ മാഡം പറഞ്ഞതനുസരിച്ച് SP ആണ് ഞങ്ങളിത് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം എടുത്തു മാറ്റുന്നത്. പോലീസുകാർ അവിടെ നിന്നും പോയതും കൺമണി വിക്രമിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ വിക്രം, ഇതാരാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് നീ അവരുടെ വായിൽ നിന്ന് എന്നെ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അവള്, പിന്നെ ഇതെന്ത് പറ്റി? ഇപ്പോൾ നിങ്ങൾക്ക് അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ? അവൾ ഏത് വരെ വേണമെങ്കിലും പോവും. നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് അവൾ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വിവാഹം ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും സന്തോഷിക്കാലോ എന്ന് വിചാരിച്ചതാണ്. അമ്മ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്, അത് നീ ഓർക്കണം എന്ന് പറഞ്ഞതും വിക്രമിന് കൂടുതൽ ദേഷ്യം വരുവാണ്. പെട്ടെന്ന് രാജേട്ടനോടും അനിയൻകുട്ടനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയാണ്, വേഗം വണ്ടി എടുക്കുക, നമുക്ക് പെട്ടെന്ന് കളക്ടറേറ്റിലേക്ക് പോകണം. പെട്ടെന്ന് കൺമണി വിക്രമിനെ തടുക്കുന്നുണ്ട്. ഏയ് വിക്രം, നീ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ വിവാഹമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, പിന്നെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കാണാത്തതുപോലെ ഇരിക്കണോ ഞാൻ? അവളോട് 4 വർത്തമാനം പറഞ്ഞിട്ട് വരാം ഞാൻ കളക്ടറേറ്റിലേക്ക് പോയി അവളെ നേരിട്ട് കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട് വിക്രം. പിന്നീട് വീണ്ടും കൺമണി വിക്രമിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് വിക്രം, നിങ്ങൾ പോകരുത്. ഇത് അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, നീ എന്തായി പറയുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും 4 വർത്തമാനം ഇപ്പോൾ തന്നെ അവളോട് പറഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ഇതെല്ലാം അവളുടെ ഒരു കളിയാണ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇത് ചോദിക്കാനായി നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് വേദയ്ക്ക് അറിയാം. അവിടെ വെച്ച് പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ എടുത്ത് തൂക്കിയിട്ട് ജയിലിലേക്കിടും. ഇത് നമ്മുടെ വിവാഹം മുടക്കാനുള്ള വേദയുടെ ഒരു കളിയാണെന്ന് പറയുവാണ്. ഇത് കേട്ട് വിക്രം കുറച്ച് വിശ്വസിച്ചതുപോലെ ആവുക കേട്ടോ. വിക്രമിന് ഒരു സംശയം തോന്നുക, ഇതിനി അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇതിനിടയിൽ രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം, കൺമണി പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. ഇനി വിവാഹത്തിന് കുറച്ച് നാളുകളല്ലേ ഉള്ളൂ, എന്തായാലും ഒരു പ്രശ്നത്തിന് പോവേണ്ട ആവശ്യമില്ല.
ഇതൊക്കെ അങ്ങ് വിട്ടേക്കേ. എന്താ ഇപ്പൊ പ്രശ്നം? ബാനർ വെക്കാൻ പറ്റുന്നില്ല. അത്രയല്ലേ ഉള്ളൂ. ബാനർ പൊളിച്ചു മാറ്റിയാൽ വിവാഹം മുടങ്ങത്തൊന്നും ഇല്ലല്ലോ. വിക്രം, നീ ചെല്ല്, വീട്ടിലേക്ക് ചെല്ല്. കൺമണി, അവനെയും കൊണ്ട് നീ വീട്ടിലേക്ക് പോ എന്ന് പറയുന്നുണ്ട് രാജേട്ടൻ. വിക്രമും കൺമണിയും കൂടി വീട്ടിലേക്ക് എത്താണ്. കൺമണിയുടെ അച്ഛൻ്റെ വിവരം അറിഞ്ഞതും പെട്ടെന്ന് വിക്രമിനോട് പറയുന്നുണ്ട്, എന്താ വിക്രം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിവാഹത്തിനൊരു അപശകുനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വിവാഹത്തിന് മുന്നോടിയായിട്ടല്ലേ ഈ ബാനറുകളെല്ലാം വെച്ചത്. അതെല്ലാം കീറിക്കളയുക എന്ന് പറയുന്നത് ഈ വിവാഹത്തിന് നടക്കുന്ന ഒരു അപശകുനമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ചെറിയ ആളുകളെല്ലാം കാണുന്നത്. ഇത് കേട്ടതും വിക്രമിന് ദേഷ്യം വരുവാണ്. വിക്രം പറയുന്നുണ്ട്, അതെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് കളക്ടറേറ്റിൽ പോയി അവളോട് നാല് സംസാരിച്ചിട്ട് വരാം, ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ കൺമണി സമ്മതിച്ചില്ല. ഇത് കേട്ട് കൺമണി പറയുന്നുണ്ട്, അച്ഛാ, ഇവരെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നത്? അവിടെ ചെന്ന് ദേഷ്യത്തിൽ പ്രശ്നമുണ്ടാക്കും. ആ പ്രശ്നത്തിനിടയിൽ അവിടെ ആള് കൂടും, പോലീസ് വരും, ഇവരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്യും. അത് തന്നെയാണ് വേദയും വിചാരിക്കുന്നത്. ഇവനെ ജയിലിലാക്കണം, ഈ വിവാഹം മുടക്കണം. അതാണ് അവളുടെ ഉദ്ദേശം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, രാജേട്ടാ, അവൾ എവിടെ പോയാലും അവിടെ വെച്ച് ഞാൻ തടുത്തു നിർത്തി അവളോട് ഇക്കാര്യം ഞാൻ ചോദിച്ചിരിക്കും, എന്നാൽ എനിക്ക് സമാധാനമാവൂ എന്ന് പറയാണ്. എന്നാൽ കൺമണി പറയുന്നുണ്ട്, വിക്രം, എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? വേദയും അത് തന്നെയാണ് വിചാരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളെ പിടിച്ച് ജയിലിലിടണം, ഒരു പ്രശ്നമുണ്ടാക്കാം, ഒരു കേസിൽ കൊടുക്കാം, അങ്ങനെ ഈ വിവാഹം നിർത്തിവെക്കാലോ. അതൊക്കെ തന്നെയാണ് വേദയും വിചാരിക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ പോയി തലവെച്ച് കൊടുക്കുകയാണോ? എന്തായാലും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇനി ഇതിലും വലിയ പ്രശ്നങ്ങൾ വേദ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് വിക്രമിന് വിശ്വാസം വരുന്നില്ല. വിക്രം പറയുന്നുണ്ട്, ഇല്ല, അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവൾ നേർക്കുനേർ സംസാരിക്കും, മുഖത്ത് നോക്കി ചോദിക്കും. അല്ലാതെ ഇങ്ങനെ മറിഞ്ഞിരുന്ന് അവൾ ഒരിക്കലും ആക്രമിക്കില്ല. അങ്ങനെയുള്ളവളല്ല അവൾ എന്നിങ്ങനെ വിക്രം വേദയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാണ്. പിന്നീട് വിക്രം നേരെ പോകുന്നത് സ്കൂളിലേക്കാണ്. പതിവ് പോലെ മിക്കി മൗസിൻ്റെ വേഷവും ധരിച്ചുകൊണ്ട് സുഡറിനോടൊപ്പം അവിടെ സ്കൂളിലെ ഗ്രൗണ്ടിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് വിജി അവിടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൺമണി ആരും കാണാതെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വിക്രം സുഡറിനോടൊപ്പം കളിക്കുന്നതൊക്കെ നോക്കി നിൽക്കുവാണ്. ഇന്നത്തോടെ തന്നെ വിക്രമിൻ്റെയും സുഡറിൻ്റെയും ഈ ഒരു കളി, ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കൺമണി. പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ് കൺമണി. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ സ്കൂളിൽ ആ കളക്ടർ വേദയുടെ മകളെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇവിടെ എത്തിയാൽ അദ്ദേഹത്തെ പിടിക്കാമെന്ന് പറയുവാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയാതെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കൺമണി. പെട്ടെന്ന് തന്നെ പോലീസ് സ്കൂളിൽ എത്തുന്നുണ്ട്. കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന വിക്രമിനെ പിടിക്കുകയും പിടിച്ച് താഴെയിട്ട് ചവിട്ടി കൂട്ടുകയാണ് പോലീസുകാർ. കളക്ടറുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മറുപടി വിക്രമിന് പറയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും പോലീസുകാർ നാലുപുറമേ നിന്നുകൊണ്ട് അടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അടിക്കരുതെന്ന് വിജി വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പോലീസുകാർ കേൾക്കുന്നില്ല. ഇവിടുത്തെ ബഹളം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുന്ന വിക്രമിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്കൂളിനകത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്റെ സിംബായെ തല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുഡർമോള് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. പോലീസുകാരൻ വിക്രമിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഡാ, ആ മുഖംമൂടി മാറ്റടാ, നീ ആരാണെന്ന് ഞങ്ങൾ കാണട്ടെ, എടുത്തു മാറ്റടാ മുഖംമൂടി എന്ന് പറയുന്നുണ്ട്. വിക്രം മിക്കി മൗസിന്റെ മുഖംമൂടി ഊരിയതും അവനെ കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന പോലീസുകാരെ, സുഡർമോൾക്ക് പ്രൊട്ടക്ഷനായി അയച്ചിരുന്ന പോലീസുകാര് മറ്റുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, സാർ, ഇവനെ ഒരിക്കലും കളക്ടർ മാഡം ഇവനോട് കുഞ്ഞിനെ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിനാണ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് പോലും. പക്ഷേ ഇവൻ വീണ്ടും വന്നിരിക്കുന്നു. മുഖംമൂടി അഴിച്ചതും വിക്രമിനെ കണ്ടതും പോലീസുകാർക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. ഇനി കുട്ടിയെ കടത്താൻ വേണ്ടി വന്നതല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും പോലീസുകാർ ചുറ്റും വളഞ്ഞു നിന്ന് വിക്രമിനെ അടിക്കുകയാണ്. വിക്രമിനെ അത് തടുക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് വിജിയും മോളും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് സാർ, അദ്ദേഹത്തെ അടിക്കരുത്. ഇത് വിക്രമാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തോടൊപ്പം മോള് കളിക്കുന്നത്. അല്ലാതെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരിക്കലും അദ്ദേഹത്തിന് ശ്രമം ഉണ്ടായിരുന്നില്ല. എനിക്കും മോൾക്കും ഇദ്ദേഹം ആരാണെന്ന് അറിയാമായിരുന്നു സാർ എന്ന് പറയുമ്പോൾ അത് പോലീസുകാരൻ കേൾക്കുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റിക്കായി നിന്നിരുന്ന സെക്യൂരിറ്റിക്കായി നിന്നിരുന്ന പോലീസുകാരൻ വിജിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇത്? നിങ്ങളോട് കളക്ടർ മാഡം ഇദ്ദേഹത്തെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിജി പറയുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്, നിങ്ങൾ വിശ്വസിക്കണം.
മോളെ കാണരുതെന്നല്ലേടാ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് കളക്ടറുടെ ഓർഡർ അല്ലേ. ഇനി മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അപ്പോഴേക്കും കൺമണി കരഞ്ഞ് നിലവിളിച്ച് ഓടി വരുവാണ്. ഭയങ്കര അഭിനയം കാഴ്ചവെക്കുകയാണ് അവള് വിക്രമിന്റെ മുന്നിൽ. അപ്പോഴേക്കും വിക്രമിന്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്. കൺമണി കരഞ്ഞുകൊണ്ട് വിക്രമിന്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം കൺമണിയോട് പറയുന്നുണ്ട്, ഏയ് കൺമണി മിണ്ടാതിരിക്കേ, ദേ മോള് നോക്കുന്നത് കാണുന്നില്ലേ, മോളിൽ ടെൻഷൻ ആവും, മോളെ നീ വീട്ടിലേക്ക് പോ എന്ന് പറയുമ്പോൾ കൺമണി സുഡർ കരഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, സിംബ, നിനക്ക് വേദനിക്കുന്നുണ്ടോ, അവർ ഒരുപാട് അടിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് മോള്. ഇത് കണ്ടതും വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ലടാ, എൻ്റെ മോളല്ലേ, ചെല്ല് വിജയമ്മയുടെ ഒപ്പം നീ വീട്ടിലേക്ക് പോ.